അടുത്തതാണ് മെനിഞ്ചൈറ്റിസ്. നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്യുന്ന കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ സംഭവിച്ചാൽ അതിനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻസിഡൻസോ ഏകദേശം എത്രയാണ് 20 മുതൽ 30% കുഞ്ഞുങ്ങളും മരിക്കാറാണ് പതിവ്. ഇനി 60% കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള കോഗ്നിറ്റീവ് ബുദ്ധിമുട്ടുകൾ അവർ നേരിടാറുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് ഈ പറയുന്ന എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പറയും. അതിൻ്റെയൊക്കെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒന്നുകിൽ സ്കള്ള് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്ന സമയത്തോ അങ്ങനെയെല്ലാം വരാം, അല്ലെങ്കിൽ ബാക്ക് ബോണ് ഫ്രാക്ചർ ആകുമ്പോഴത്തേക്കും വരാം. ഇനി എന്താണ് ഈ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്? ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, പ്രോട്ടോസോവൻസ് ആവാം. ഓക്കെ, ബാക്ടീരിയക്കകത്ത് പിന്നെ ചില ക്യാൻസേഴ്സ്, ക്യാൻസർ കാരണം, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് കാരണം അങ്ങനെയെല്ലാം വരാം. ഈ പറയുന്ന ഫംഗസിന് എക്സാമ്പിളാണ് കാൻഡിഡിയാസിസ്, ക്രിപ്റ്റോകോക്കസ്. ഇനി പാരസൈറ്റിനകത്ത് വരുന്നപ്പോഴാണ് ആൻജിയോ സ്ട്രോങ്കൈലസ്, ടോക്സോപ്ലാസം, ഹൈഡാറ്റിഡ്. ഓക്കെ, പിന്നെ HIV വൈറസ് ഉണ്ട്, ഹ്യൂമൻ ഇൻഫ്ലുവൻസ വൈറസ്. ഇതെല്ലാം എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്, ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക്, ക്രോണിക് ആയിട്ടുള്ളൊരു മാൽന്യൂട്രീഷൻ ഉള്ളവർക്ക്, ഡയബറ്റിക് മെലിറ്റസ് ഉള്ളവർക്ക്, പിന്നെ കുറേ നാൾ ക്രോണിക് ആൽക്കഹോളിസം ഉള്ളവർക്ക്, ന്യൂമോണിയ ഉള്ളവർക്ക് ഒക്കെ വരാം. ഇനി പത്തോഫിസിയോളജി പറയുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ആവുന്നുണ്ട്. ഇത് എൻ്റർ ആയിട്ട് ബ്ലഡ് സ്ട്രീമിലോട്ട് പോകുന്നുണ്ട്. ബ്ലഡ് സ്ട്രീമിൽ നിന്നും ഇത് നമുക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്, അത് കടന്നിട്ട് പോയി മെനിഞ്ചൈറ്റിസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അങ്ങനെ ഇൻട്രാക്രേനിയൽ പ്രഷറിനൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, പേഷ്യൻ്റ് സ്റ്റിഫ് നെക്ക് കാണിക്കും, പിന്നെ വോമിറ്റിങ്, ഹെഡ് ഏക്ക്, ജോയിൻറ്റ് പെയിന്, ഫിറ്റിങ്, ഫീവർ, ഡ്രൗസിനെസ് ഒക്കെ ആണെങ്കിലും കാർഡിനൽ സൈൻ ഓഫ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് വോമിറ്റിങ്ങും പിന്നെ തലവേദനയും. പിന്നെ നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കെർണിക് സൈനും ബ്രിഡൻസ്കീസ് സൈനും. കെർണിക് സൈൻ എന്ന് പറയുന്നത് നമ്മൾ ഹിപ്പ് ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് കാലിന് നേരെ സ്ട്രെയിറ്റൻഡ് ആവാനായിട്ട് പറ്റില്ല ഇത്തരത്തിലുള്ള പേഷ്യൻസിന്. ബ്രിഡൻസ്കി സൈൻ എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള നെക്ക് സ്റ്റിഫ്നെസ് ആണ്. കോസസ് ഹിപ്പ് ആൻഡ് നീസ് ടു ഫ്ലെക്സ് വെൻ ദ നെക്ക് ഇസ് ഫ്ലെക്സ്ഡ്. ഓക്കെ, ഇനി ടൈപ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഉണ്ട്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അത് ബാക്ടീരിയൽ ഇൻവേഷൻ കാരണമാണ്. നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് ആൻറ്റിബയോട്ടിക്സ്, അമോക്സിസിലിനൊക്കെ കൊടുക്കാം. അടുത്തയാണ് ട്യൂബർക്കുലർ മെനിഞ്ചൈറ്റിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ കാരണമാണ് ഇത് ഫോം ചെയ്യുന്നത്. പതുക്കെ സ്ലോ ആയിട്ടാണ് പ്രോഗ്രസ് ആവുന്നത്. ഇത് 1 മുതൽ 2% ബ്ലഡ് സ്ട്രീമിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അടുത്താണ് വൈറൽ മെനിഞ്ചൈറ്റിസ്. വൈറൽ മെനിഞ്ചൈറ്റിസ് അങ്ങനെ അതിന് നമ്മൾ അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ആൻറ്റിവൈറൽ തെറാപ്പീസ്, ഡ്രഗ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലയൻസ് പൊതുവെ സ്വന്തമായിട്ട് തന്നെയാണ് അവർ റിക്കവർ ആയിട്ട് വരുന്നത്. അടുത്താണ് ഫംഗൽ മെനിഞ്ചൈറ്റിസ്. അത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഇമ്മ്യൂണോ കംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ വെച്ച് ആളുകൾക്കാണ് ഹെൽത്തി ആയിട്ട് ഇൻഡിവിജ്വൽസിനെക്കാട്ടും കൂടുതൽ വരുന്നത്. ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, എക്സ്റേ, CT സ്കാന്, നമുക്ക് ഇമേജിംഗ് ഒക്കെ ചെയ്യാം. ദെൻ മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഇപ്പം കോംപ്ലിക്കേഷൻ പറയാം. സെൻസോറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവാം, പിന്നെ എപ്പിലെപ്സി, സീഷർ, മെമ്മറി ലോസ് ഉണ്ടാവാം, ദെൻ
പാരാലിസിസ്, സെപ്റ്റിസീമിയ ആൻഡ് ഈവൻ ഡെത്തിലോട്ട് വരെ പേഷ്യൻസ് പോകാറുണ്ട്. മാനേജ്മെൻ്റ് ആണെങ്കിൽ ബാക്ടീരിയ വരുമ്പോഴത്തേക്കും നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കാം. അമോക്സിസിലിൻ പറഞ്ഞു, പെൻസിലിൻ പറഞ്ഞു, ആംഫസിലിൻ പറഞ്ഞു. വൈറൽ ആണെന്നുണ്ടെങ്കിൽ ടെനോഫോവർ, ഫംഗൽ ആണെങ്കിൽ ഫ്ലൂക്കനസോള്, പിന്നെ സീഷർ ആണെങ്കിൽ ആൻറ്റിലെപ്റ്റിക് കൊടുക്കാം, 3rd ജനറേഷൻ സെഫാലോസ്പോറിൻ കൊടുക്കാം, ഡെക്സാമെത്തസോണ്. നോൺ ഫാർമക്കോളജിക്കൽ ആണെങ്കിൽ നന്നായിട്ട് ഫ്ലൂയിഡ് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യണം. അടുത്തതാണ് ട്യൂബർക്കുലർ മെനഞ്ചൈറ്റിസ്, ഐസോനിയാസൈഡ്, റിഫാംഫിസിൻ, പിന്നെ പിരാസിനമൈഡ് ഒക്കെ കൊടുക്കാം. നോൺ ഫാർമക്കോളജിക്കൽ ഹെഡ് ആൻഡ് എലിവേറ്റ് ചെയ്ത് വെക്കുക. അതാകുമ്പോഴത്തേക്കും ഇൻട്രാക്രേനിയൽ പ്രഷർ നമുക്കൊന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഫംഗലാണെങ്കിൽ ഫ്ലൂക്കനസോളൊക്കെ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇനി നഴ്സിംഗ് മാനേജ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പേഷ്യൻറ്റിന് തലവേദന ഉണ്ടാവും അല്ലേ, അപ്പം അക്യൂട്ട് പെയിൻ ഓൺ ദ ഹെഡ് റിലേറ്റഡ് ടു മെനിഞ്ചൽ അങ്ങനെ പറഞ്ഞ് എഴുതാം. പിന്നെ ഇൻഎഫക്റ്റീവ് ടിഷ്യൂ പെർഫ്യൂഷൻ റിലേറ്റഡ് ടു ഇൻഫെക്ഷ്യസ് പ്രോസസ്, കാരണം എന്തായാലും സെർബ്രൽ ഇൻഫ്ലമേഷൻ, അപ്പോൾ ഇൻഫെക്ഷൻ റിലേറ്റഡ് ടു ഇൻഫെക്ഷ്യസ് പ്രോസസ് ആൻഡ് സെർബ്രൽ എഡിമ. പിന്നെ ഇൻആഡിക്വേറ്റ് ന്യൂട്രീഷണൽ ഇൻടേക്ക്, ദെൻ ഹൈപ്പർതെർമിയ റിലേറ്റഡ് ടു ഇൻഫെക്ഷ്യസ് പ്രോസസ്സ്, പിന്നെ ഇമ്പയർഡ് ഫിസിക്കൽ മൊബിലിറ്റി, തലവേദനയുടെ കാര്യം പറയാം, പനിയുടെ കാര്യം പറയാം, ഫിസിക്കൽ മൊബിലിറ്റിയുടെ കാര്യം പറയാം, ഇമ്പയർഡ് ടിഷ്യൂ പെർഫ്യൂഷൻ്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിത്രയാണ് ഈ പറയുന്ന മെനിഞ്ചൈറ്റിസിനകത്ത് വരുന്നത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.